എന്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരങ്ങളെയും സഹോദരിമാരെയും, ഇന്നത്തെ സ്വർഗാരോഹണ തിരുനാൾ എന്നത് യേശു സ്വർഗത്തിലേക്ക് പോയ സംഭവം മാത്രമല്ല. ഇത് മനുഷ്യകുലത്തെ ഉയർത്തിപ്പിടിച്ച മഹത്തായ ദിനമാണ്. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള അകലം ക്രിസ്തുവിൽ ഇല്ലാതായ ദിനം. ഈ സത്യം മനസ്സിലാക്കാൻ ആദ്യം നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം: ഗുരുത്വാകർഷണം. കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച ആദ്യ ശാസ്ത്രനിയമം തന്നെയാണ് അത്. ഗുരുത്വാകർഷണം എല്ലാം താഴേക്ക് വലിക്കുന്നു. ഒരു പന്ത് മുകളിലേക്ക് എറിയൂ, അത് വീണ്ടും താഴേക്ക് വീഴും. എത്ര ഉയരത്തിൽ ചാടിയാലും ചില നിമിഷങ്ങൾക്കകം കാലുകൾ വീണ്ടും നിലത്തേക്ക് തന്നെ മടങ്ങിവരും. സഹോദരങ്ങളെ, ആത്മീയ ജീവിതത്തിലും ഇതേ സത്യം പ്രവർത്തിക്കുന്നു. നമ്മുടെ ഹൃദയത്തിനുള്ളിലും ഒരു ആത്മീയ ഗുരുത്വാകർഷണം ഉണ്ട്. എപ്പോഴും നമ്മെ താഴേക്ക് വലിക്കുന്ന ചില ശക്തികൾ. ഭയം നമ്മെ താഴേക്ക് വലിക്കുന്നു. കോപം നമ്മെ താഴേക്ക് വലിക്കുന്നു. അസൂയ നമ്മെ താഴേക്ക് വലിക്കുന്നു. അഹങ്കാരം നമ്മെ താഴേക്ക് വലിക്കുന്നു. പാപാസക്തികൾ നമ്മെ താഴേക്ക് വലിക്കുന്നു. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള സ്വഭാവം നമ്മെ താഴേക്ക് വലിക്കുന്നു. പലരും ജീവിതം മുഴുവൻ ഉയരാൻ ശ്രമിക്കുമ്പോൾ ആത്മാവിൽ ഭാരമുള്ള ചങ്ങലകൾ ചുമന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ സ്വർഗാരോഹണ തിരുനാൾ അത്ര ശക്തമായ സന്ദേശം നൽകുന്നത്. യേശു പാപങ്ങൾ ക്ഷമിക്കാൻ മാത്രം വന്നതല്ല, മനുഷ്യനെ ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് അവിടുന്ന് വന്നത്. ഒരു വിമാനം പറക്കണമെങ്കിൽ ഗുരുത്വാകർഷണത്തെക്കാൾ ശക്തമായ ഒരു ശക്തി അതിന് ആവശ്യമുണ്ട്. ആ ശക്തിയെ ലിഫ്റ്റ് എന്ന് പറയുന്നു. വിമാനം ഇന്നും കാറ്റിനെ നേരിടുന്നു. ഇന്നും കൊടുങ്കാറ്റുകൾ അതിനെ കുലുക്കുന്നു. ഇന്നും ഇരുണ്ട മേഘങ്ങൾ അതിനെ ചുറ്റിപ്പറ്റുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു ശക്തി അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതും ഇതുതന്നെയാണ്. പരിശുദ്ധാത്മാവില്ലാതെ മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്നു. ഭയത്തിൽ, നിരാശയിൽ, പാപത്തിൽ, കയ്പിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരാളുടെ ഹൃദയത്തിലേക്ക് കടന്നുവരുമ്പോൾ അവന്റെ ഉള്ളിൽ എന്തോ ഉയരാൻ തുടങ്ങും. വിശ്വാസം ഉയരുന്നു, പ്രത്യാശ ഉയരുന്നു, സ്നേഹം ഉയരുന്നു, ക്ഷമ ഉയരുന്നു, ധൈര്യം ഉയരുന്നു, സമാധാനം ഉയരുന്നു. അതുകൊണ്ടാണ് യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് പറഞ്ഞത്, മുകളിൽ നിന്ന് വരുന്ന ശക്തിക്കായി കാത്തിരിക്കുക. കാരണം പരിശുദ്ധാത്മാവില്ലാതെ സഭയ്ക്ക് ഉയരാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അവന് വിമാനയാത്രയെ വളരെ ഭയമായിരുന്നു. ഒരു ദിവസം യാത്രയ്ക്കിടെ ഭീകരമായ കൊടുങ്കാറ്റ് തുടങ്ങി. വിമാനം ശക്തമായി കുലുങ്ങി. ആകാശത്ത് ഇടിമിന്നൽ മുഴങ്ങി. യാത്രക്കാർ ഭയപ്പെട്ടു. ചിലർ പ്രാർത്ഥിച്ചു, ചിലർ കരഞ്ഞു. എന്നാൽ ഒരു ചെറിയ പെൺകുട്ടി ശാന്തമായി ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. വിമാനം ഇറങ്ങിയ ശേഷം ആ മനുഷ്യൻ ചോദിച്ചു, "നിനക്ക് ഭയമില്ലായിരുന്നോ?" പെൺകുട്ടി പുഞ്ചിരിച്ച് പറഞ്ഞു, "ഇല്ല, കാരണം എന്റെ അച്ഛനാണ് പൈലറ്റ്." സഹോദരങ്ങളെ, ഇതാണ് സ്വർഗാരോഹണത്തിന്റെ ആത്മീയത. ക്രിസ്തീയ ജീവിതം എന്നത് കൊടുങ്കാറ്റുകളില്ലാത്ത ജീവിതമല്ല. എന്നാൽ ജീവിതത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് അറിയുന്ന ജീവിതമാണ്. ഇന്ന് പലരും ക്ഷീണിച്ചിരിക്കുന്നു. കാരണം അവർ ഒരേ സമയം യാത്രക്കാരനും പൈലറ്റും ആകാൻ ശ്രമിക്കുന്നു. അവർ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. സ്വന്തം ഭാവി, സ്വന്തം വിജയം, സ്വന്തം ബന്ധങ്ങൾ, സ്വന്തം പ്രതിഷ്ഠ, സ്വന്തം ജീവിതം. പക്ഷേ യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല, "ആകാശത്തിന്റെ മുഴുവൻ ഭാരം നിങ്ങളുടെ ചുമലിൽ വഹിക്കൂ." അവിടുന്ന് പറഞ്ഞത് ഒറ്റ വാക്ക് മാത്രം: "എന്നിൽ വിശ്വസിക്കൂ." നമുക്ക് കുയിലിന്റെ കഥ അറിയാം. കുയിൽ സ്വന്തം മുട്ടകൾ കാക്കയുടെ കൂടിൽ ഇടുന്നു. കാക്ക അത് അറിയാതെ അവയെ വളർത്തുന്നു. അങ്ങനെ ആ കൂടിനായി സൃഷ്ടിക്കപ്പെട്ടതല്ലാത്ത ഒന്നാണ് അവിടെ വളരുന്നത്. ആത്മീയ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കാം. ദൈവം നമ്മുടെ ഹൃദയം സൃഷ്ടിച്ചത് പ്രാർത്ഥനയ്ക്കായി, സ്നേഹത്തിനായി, കരുണയ്ക്കായി, വിശ്വാസത്തിനായി, പരിശുദ്ധാത്മാവിനായി. എന്നാൽ പതുക്കെ ചില തെറ്റായ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നുവരും. അഹങ്കാരം, അസൂയ, കയ്പ്, ലൗകികത, സ്വാർത്ഥത. ഇവ ഒടുവിൽ ദൈവത്തെ ഹൃദയത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കി തുടങ്ങും. അതുകൊണ്ടാണ് പലരും പുറത്തേക്ക് വിജയികളായി തോന്നുമ്പോഴും അകത്ത് ശൂന്യത അനുഭവിക്കുന്നത്. കാരണം ആത്മാവിന്റെ കൂടിൽ തെറ്റായ കാര്യങ്ങൾ വളരുകയാണ്. ഇന്ന് യേശു നമ്മോടും ചോദിക്കാം, നിന്റെ ഹൃദയത്തിനുള്ളിൽ എന്താണ് നീ വളരാൻ അനുവദിച്ചിരിക്കുന്നത്? കാരണം ഹൃദയം നിറയ്ക്കുന്ന കാര്യം തന്നെയാണ് ആത്മാവിന്റെ ദിശ നിശ്ചയിക്കുന്നത്.
കോപം നിറഞ്ഞ ഹൃദയത്തിന് ഉയരാൻ കഴിയില്ല. അഹങ്കാരം നിറഞ്ഞ ഹൃദയം ഭാരമുള്ളതാകും. താരതമ്യം നിറഞ്ഞ ഹൃദയം സമാധാനം നഷ്ടപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ 17 യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറയും, പിതാവേ, ഞാൻ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിന്തിച്ചു നോക്കൂ. കുരിശിനു മുമ്പ്, ആണികൾക്ക് മുമ്പ്, വേദനയ്ക്കും അപമാനത്തിനും മുമ്പ് യേശു നമ്മെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. ആ പ്രാർത്ഥന ഇന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ, കുറ്റബോധം നിങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ, ഉത്കണ്ഠ നിങ്ങളെ രാത്രിയിൽ ഉറങ്ങാൻ അനുവദിക്കാതിരിക്കുമ്പോൾ, നിങ്ങളുടെ വേദന ആരും മനസ്സിലാക്കാത്തപ്പോൾ, അപ്പോഴും യേശു പിതാവിനോട് പറയുന്നു, പിതാവേ, ഇവരെ കാത്തുകൊള്ളേണമേ. പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ പറഞ്ഞു, സ്വർഗത്തിൽ ഇന്നും യേശു തന്റെ മുറിവുകൾ പിതാവിനെ കാണിച്ചുകൊണ്ട് നമ്മുവേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. അതായത്, നിങ്ങളുടെ ജീവിതം ദൈവം മറന്നിട്ടില്ല. നിങ്ങളുടെ കണ്ണുനീർ ദൈവത്തിന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിട്ടില്ല. ഇന്നത്തെ യഥാർത്ഥ ചോദ്യം ഞാൻ എങ്ങനെ ഉയരും എന്നതല്ല, പക്ഷേ എന്നെ താഴേക്ക് വലിക്കുന്നത് എന്താണ്? പലർക്കും ഉയിർപ്പിന്റെ സന്തോഷം വേണം, പക്ഷേ അവർ ആത്മീയ ഗുരുത്വാകർഷണത്തെ വിട്ടുകളയുന്നില്ല. ചിലർ പഴയ മുറിവുകളെ പിടിച്ചിരിക്കുന്നു, ചിലർ കോപത്തെ പിടിച്ചിരിക്കുന്നു, ചിലർ അഹങ്കാരത്തെ പിടിച്ചിരിക്കുന്നു, ചിലർ രഹസ്യപാപങ്ങളെ പിടിച്ചിരിക്കുന്നു, ചിലർ താരതമ്യത്തിന്റെ ഭാരത്തിൽ തകർന്നു പോകുന്നു. മറ്റുള്ളവരുടെ വിജയവുമായി, സൗന്ദര്യവുമായി, സമ്പത്തുമായി, കുടുംബവുമായി അവർ സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു. ഈ താരതമ്യം ആത്മാവിനെ പതുക്കെ വിഷമാക്കുന്നു. ചിലർ പെർഫെക്ഷനിസം എന്ന കുടുക്കിൽ കുടുങ്ങുന്നു. വിജയിച്ചാൽ മാത്രമേ ഞാൻ വിലപ്പെട്ടവനാകൂ എന്ന് അവർ കരുതുന്നു. പക്ഷേ സ്വർഗാരോഹണം ഒരു അത്ഭുതസത്യം വെളിപ്പെടുത്തുന്നു. യേശു ഒറ്റയ്ക്കല്ല സ്വർഗത്തിലേക്ക് പോയത്. അവിടുന്ന് നമ്മുടെ മനുഷ്യ സ്വഭാവത്തെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യശരീരം ദൈവസിംഹാസനത്തിനരികെ എത്തി. നിങ്ങളുടെ മനുഷ്യത്വം, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ മുറിവുകൾ, നിങ്ങളുടെ കഥ, ഇവയെല്ലാം ക്രിസ്തുവിൽ ഉയർത്തപ്പെട്ടു. അതിന്റെ അർത്ഥം, സ്വർഗത്തിന്റെ വാതിലുകൾ ഇനി അടഞ്ഞിട്ടില്ല. അവ ഇപ്പോൾ തുറന്നിരിക്കുന്നു. ആകാശത്തേക്ക് മാത്രം നോക്കരുത്. അതുകൊണ്ടാണ് ദൂതന്മാർ ശിഷ്യരോട് ചോദിച്ചത്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്തിന്? ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിൽ നിന്ന് ഓടിപ്പോകുക അല്ല, ഈ ലോകത്തിനുള്ളിൽ നിന്നുകൊണ്ട് സാക്ഷികളാക്കുക എന്നതാണ്. യേശു സ്വർഗത്തിലേക്ക് പോകുന്നു, ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അവിടുന്ന് പിതാവിന്റെ അടുക്കൽ മടങ്ങും. പക്ഷേ തന്റെ ദൗത്യം നമ്മെ ഏൽപ്പിക്കുന്നു. ആ ദൗത്യം എന്താണ്? മനുഷ്യരെ ഉയർത്തുക, നിരാശയുള്ളിടത്ത് പ്രത്യാശ എത്തിക്കുക, പിളർന്ന വീടുകളിൽ സമാധാനം എത്തിക്കുക, മുറിവേറ്റ ഹൃദയങ്ങളിൽ സ്നേഹം എത്തിക്കുക, തകർന്ന ബന്ധങ്ങളിൽ ക്ഷമ എത്തിക്കുക. ഈ ലോകം ഇതിനകം ആളുകളെ വളരെ താഴേക്ക് തള്ളിയിരിക്കുന്നു. ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആളുകളെ ഉയർത്താനാണ്. ദരിദ്രരെ ഉയർത്തുക, മറക്കപ്പെട്ടവരെ ഉയർത്തുക, ഒറ്റപ്പെട്ടവരെ ഉയർത്തുക, പാപികളെ ഉയർത്തുക. കാരണം ക്രിസ്തു നമ്മുവേണ്ടി അതുതന്നെയാണ് ചെയ്തത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോഹണം എന്നത് യേശു നമ്മിൽ നിന്ന് അകന്നുപോയി എന്നതല്ല, മറിച്ച് മനുഷ്യൻ ഇപ്പോൾ മുമ്പേക്കാൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നതാണ്. ഉയർത്തപ്പെട്ട ജീവിതം എന്നത് മറ്റുള്ളവരെ തള്ളി മുന്നോട്ട് പോകുന്നതിൽ അല്ല, പക്ഷേ സ്വയം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിലാണ്. നമ്മെ താഴേക്ക് വലിക്കുന്ന ഗുരുത്വാകർഷണത്തെ സമർപ്പിക്കുക. നമ്മുടെ ജീവിതനൗക നയിക്കുന്ന പിതാവിൽ വിശ്വസിക്കുക. നമ്മുടെ ഭയങ്ങളെക്കാൾ ശക്തനായി പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക. അതിനാൽ ഇന്ന് ആകാശത്തേക്ക് മാത്രം നോക്കരുത്, സ്വന്തം ഉള്ളിലേക്കും നോക്കൂ. സ്വയം സത്യസന്ധമായി ചോദിക്കൂ, എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം എന്താണ്? എന്റെ ഹൃദയത്തിന്റെ കൂടിൽ എന്താണ് വളരുന്നത്? ശേഷം അതെല്ലാം ക്രിസ്തുവിന്റെ മുറിവേറ്റ കൈകളിൽ സമർപ്പിക്കൂ. കാരണം ഉയർത്തപ്പെട്ടവൻ ഇന്നും ആത്മാക്കളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ആമേൻ.